നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂരിൽ പോലീസുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ AR ക്യാമ്പിലെ ഡ്രൈവറായ സിവിൽ പോലീസ് ഓഫീസർ പെരുമ്പിളിശ്ശേരി സ്വദേശി ആദിഷിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് 300 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. ആക്റ്റീവ് കേസുകൾ 2341 ഉയർന്നു. സംസ്ഥാനത്ത് 3 മരണം കൂടി. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിലെ നിർധനരായ കുട്ടികൾക്ക് പണിത് നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മാളിയേക്കൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂരിൽ പോലീസുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ AR ക്യാമ്പിലെ ഡ്രൈവറായ സിവിൽ പോലീസ് ഓഫീസർ പെരുമ്പിളിശ്ശേരി സ്വദേശി ആദിഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിറ്റി പോലീസ് കൺട്രോൾ റൂമിലെ ഡ്രൈവറായിരുന്നു ആദിഷ്. ഇയാൾ ദീർഘകാലമായി അവധിയിലായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് 300 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. ആക്റ്റീവ് കേസുകൾ 2341 ഉയർന്നു. സംസ്ഥാനത്ത് 3 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു. രാജ്യത്താകെ 24 മണിക്കൂറിനിടെ 358 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 2669 ആണ്. കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രത കർശനമായിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കൂടുതൽ സംസ്ഥാനങ്ങളിൽ മുൻകരുതൽ നടപടികൾ ഇന്നു മുതൽ ശക്തമാകും. കൂടുതൽ പരിശോധന നടത്താൻ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസ്ഥാനങ്ങളോട് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിലെ നിർധനരായ കുട്ടികൾക്ക് പണിത് നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മാളിയേക്കൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് KY അസീസ്, ഹെഡ് മാസ്റ്റർ VK മുജീബ് റഹ്മാൻ, പ്രിൻസിപ്പൽ AV ലാലി, PTA വൈസ് പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി തുടങ്ങിയവർ സംസാരിച്ചു. PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപക പ്രതിനിധികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം വരുന്ന വീടിന്റെ തറ നിർമ്മാണം സ്കൂൾ PTAയും മറ്റു ജോലികൾ താണിയത്ത് ട്രസ്റ്റുമാണ് ചെയ്യുന്നത്. പണവും വിവിധ രേഖകളും അടങ്ങിയ പേഴ്സ് തിരികെ നൽകി. ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ മാതൃകയായി. മാളാപ്പള്ളിപ്പുറം ചെല്ലക്കുടം ജോൺസൺ ആണ് മാളാപ്പള്ളിപ്പുറം മാള റോഡിൽ നിന്ന് ഇന്ന് രാവിലെ പണവും വിവിധ രേഖകളും അടങ്ങിയ പേഴ്സ് ലഭിച്ചത്. ഉടൻ തന്നെ ഇയാൾ വാർഡ് മെമ്പർ വർഗീസ് കാഞ്ഞുതറയെ അറിയിക്കുകയും ഇരുവരും ചേർന്ന് മാള പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയും ചെയ്തു. 13,000 രൂപ, ATM കാർഡ്, പാൻ കാർഡ്, ലൈസൻസ് എന്നിവയാണ് പേഴ്സിലുണ്ടായിരുന്നത്. പേഴ്സിൽ നിന്ന് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും SBI ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടപ്പോൾ കൊടുങ്ങല്ലൂർ, വെമ്പല്ലൂർ, പെട്ടിക്കാട്ടിൽ PR രാജീവിന്റെ പേഴ്സാണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കി. ഇയാളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പേഴ്സ് തിരികെ കൈമാറുകയായിരുന്നു. കുഴൂർ ഐരാണികുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറി. ബുധനാഴ്ച വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം ഇരു ക്ഷേത്രങ്ങളിലും തൃക്കൊടിയേറ്റ് നടന്നു. തെക്കേടത്ത് താമരശ്ശേരി മേക്കാട്ട് ശ്രീജിത്ത് നമ്പൂതിരിപ്പാട്, വടക്കേടത്ത് അമ്പഴക്കാട്ട് മേക്കാട്ട് രാമൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ നേതൃത്വത്തിൽ കൊടിയേറ്റി. തുടർന്ന് സോപാന സംഗീതം, കൊടിപ്പുറത്ത് വിളക്ക് എന്നിവ നടന്നു. ഡിസംബർ 20 മുതൽ 27 വരെയാണ് ഉത്സവാഘോഷങ്ങൾ. എല്ലാ ദിവസവും വിവിധ ക്ഷേത്രകലകളുടെ അവതരണം, തിരുവാതിരക്കളി, പ്രസാദഊട്ട് എന്നിവ ഉണ്ടാകും. നെട്ടിശ്ശേരി മുക്കാട്ടുകര റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിക്കുവാനായി രൂപം കൊണ്ട ജനകീയ കൂട്ടായ്മയുടെ ക്രിസ്തുമസ് നവവത്സരാഘോഷം നടന്നു. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് അവാർഡ് ജേതാവ് ദക്ഷ ജയകൃഷ്ണൻ ക്രിസ്തുമസ് കേക്ക് മുറിച്ച് വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ദക്ഷ ജയകൃഷ്ണൻ കേരളോത്സവത്തിൽ തുടർച്ചയായി 7 വർഷം കലയിലും കായികത്തിനും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ നെട്ടിശ്ശേരി സോക്കർ സിറ്റി FC ക്ലബ് മേളപ്രമാണി കിഴക്കൂട്ട് അനിയൻ മാരാർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ പൂരം പ്രേമി സംഘം ഭാരവാഹി വിനോദ് കണ്ടങ്കാവിൽ ആദരിച്ചു. എക്സ് സുബേദാർ മേജർ KK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജെൻസൺ ജോസ് കാക്കശ്ശേരി, A അഭിലാഷ്, ശശി നെട്ടിശ്ശേരി, C രാജൻ, ലക്ഷ്മിക്കുട്ടി, പ്രവീൺ A നായർ, CJ രാജേഷ്, നിതിൻ ജോസ്, സോജൻ മഞ്ഞില, ജോർജ് മഞ്ഞില, മനോജ് പിഷാരടി, K മാധവൻ, OR ഹരിദാസ്, സേവ്യർ ചിറ്റിലപ്പള്ളി, റാഫി അറക്കൽ, രഞ്ജിത്ത് നന്ദൻ, ദാസൻ, രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. തൃശൂരിൽ പോലീസുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ AR ക്യാമ്പിലെ ഡ്രൈവറായ സിവിൽ പോലീസ് ഓഫീസർ പെരുമ്പിളിശ്ശേരി സ്വദേശി ആദിഷിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് 300 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. ആക്റ്റീവ് കേസുകൾ 2341 ഉയർന്നു. സംസ്ഥാനത്ത് 3 മരണം കൂടി. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിലെ നിർധനരായ കുട്ടികൾക്ക് പണിത് നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മാളിയേക്കൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.